ഇപ്പോൾ ഈ GMBയുടെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പണ്ടെങ്ങോ ലിസ്റ്റ് ചെയ്ത മാപ്പുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സ് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ വേറെ മെയിൽ ഐ ഡിയിലായിരിക്കും. പണ്ട് ആ മെയിൽ ഐ ഡി ഓർമ്മ പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ പാസ്വേഡ് മറന്നുവിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന റീസണുകളിൽ നമുക്ക് ആ ബിസിനസ് ഓൺഡ് മൈ മീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. അതായത് അതിന് എങ്ങനെ നമുക്ക് അത് പക്ഷേ നമുക്ക് ഗൂഗിൾ തന്നെ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പരിധിവരെ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പൊതുവെ ഈ നോർത്തിലൊക്കെ ഉള്ള ആളുകളിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ചില ബിസിനസ് ഓണേഴ്സ് ഈ മെയിൽ വരുന്നത് ശ്രദ്ധിക്കാറില്ല. ടാക്സി സർവീസും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, കൊറിയർ സർവീസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പൂട്ടിപ്പോയ ടാക്സി സർവീസൊക്കെ ഉണ്ടാവും. അവരൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ കോവിഡിന് മുന്നേ ഒക്കെ പൂട്ടിപ്പോയ ഉണ്ടായിരുന്ന ബിസിനസ്സുകൾ ഇപ്പോൾ പൂട്ടിപ്പോയതുണ്ട്. ടെമ്പറലി ക്ലോസ്ഡ് ആയതൊക്കെ ഇവർ ഓൺ ചെയ്തെടുക്കും. പക്ഷേ ഗൂഗിൾ ഇപ്പോൾ അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഇനി അതില്ലാതെ ഇവർക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒറിജിനൽ ഓണർക്ക് ഒരു തേർഡ് പാർട്ടി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫൊക്കെ അവർക്കുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടും. അത് അങ്ങനെ പ്രശ്നമില്ല. അതായത് പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ്, ഈ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നൊക്കെ പറയും, തരില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതൊരു ബിസിനസ് ഓണറുടെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇതാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗൂഗിൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും.